സഞ്ജുവിനെ മാറ്റി നിർത്തണമെന്നും പകരം സൂര്യവംശി അവിടെ ഇറക്കണമെന്നും ആവശ്യപ്പെട്ട പല താരങ്ങളും ഇപ്പോൾ എത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സഞ്ജു അട്ടർ ഫെയിലിയർ ആണ് എന്നും സഞ്ജുവിനെ എടുത്ത തീരുമാനം വളരെയധികം മോശമായി പോയി എന്നും തെളിയിച്ച മത്സരങ്ങളായിരുന്നു കഴിഞ്ഞത് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. എന്നാൽ ഇത് തുറന്നു സമ്മതിക്കാൻ മടിയുള്ള ചിലർ തന്നെയാണ് ഇപ്പോൾ സഞ്ജുവിന് വേണ്ടി പിന്തുണയ്ക്കുന്നത് എന്നുകൂടി നമ്മൾ പറയണം. പ്രേക്ഷകർ പറയുന്നത് പോലെ ഒരു കാര്യമല്ല, മറിച്ച് എല്ലാവരും സഞ്ജുവിന് ഒരു ചാൻസ് കൊടുക്കുകയാണ്. നാളൊരിക്കൽ സഞ്ജുവിന് ആ ചാൻസ് കിട്ടിയില്ല എന്ന് പറയരുത്. ഇപ്പോൾ ഇംഗ്ലണ്ടുമായി ശനിയാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം T20യിൽ കൗമാര വിസ്മയം വൈഭവ് സൂര്യവംശിയെ ഇന്ത്യ നിർബന്ധമായും കളിപ്പിക്കണമെന്ന ആവശ്യവുമായി മുൻ ബാറ്റർ S ബദ്രിനാഥാണ് രംഗത്തെത്തുന്നത്. ഇപ്പോൾ ബദ്രിനാഥാണ് ഇക്കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. T20 ലോകകപ്പിന് ശേഷം ദേശീയ ടീമിനായി കളിച്ച മത്സരങ്ങളിലെല്ലാം ഫ്ലോപ്പായ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ ഉടൻ പുറത്താക്കണമെന്ന് അദ്ദേഹം ആഞ്ഞടിക്കുകയും ചെയ്തുവെന്ന് കൃത്യമായി പറയാം. അയർലൻഡിനെതിരായി സമാരിച്ച 2 T20കളുടെ പരമ്പരയിലാണ് 15-കാരനായ വൈഭവ് ആദ്യമായി സീനിയർ ടീമിലേക്ക് വിളിക്കപ്പെട്ടത്. പക്ഷേ 2 മത്സരങ്ങളിലും താരത്തിന് അവസരം നൽകാൻ ടീം മാനേജ്മെന്റ് തയ്യാറായതുമില്ല. പകരം സഞ്ജു അഭിഷേക് എന്ന വിജയിച്ച കോമ്പിനേഷനെ തന്നെ ഇന്ത്യ നിലനിർത്തുകയും ചെയ്തു. പരമ്പരയിൽ ഇന്ത്യ തൂത്തുവാരിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഇംഗ്ലണ്ടിനെതിരെ മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ട ആദ്യ കളിയിലും വൈഭവിനെ പരീക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. ഇതോടെയാണ് അടുത്ത മാച്ചിലെങ്കിലും താരം ഉറപ്പായും അരങ്ങേറണമെന്ന് സ്വന്തം യൂട്യൂബ് ചാനൽ ബദ്രിനാഥ് ആവശ്യപ്പെട്ടത്. സഞ്ജു ഒന്നും ചെയ്തില്ല. ഇനി നമ്മൾ സഞ്ജുവിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ടീം തന്നെയാണല്ലോ വലുത്. ടീമിന് വേണ്ടിയാണല്ലോ നമ്മൾ എല്ലാവരും കളിക്കുന്നത്. ഇനിയിപ്പോൾ ഇൻഡിവിജ്വലി നോക്കിയിട്ട് കാര്യമില്ല. സഞ്ജു ഒരു നല്ല താരം തന്നെയാണ്. സഞ്ജു എന്ന് ഉയർന്നു വരണമെന്ന് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നും ഇനി നമ്മൾ ടീമിന് വേണ്ടി തന്നെയാണ് നോക്കേണ്ടതെന്നും പറയുന്നു. കളിക്കാത്തവരെ മാറ്റി നിർത്തണമെന്നും ഫോം അല്ലാത്തവരെയൊക്കെ തന്നെ മാറ്റി നല്ല ടീമിനെ ആക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്കും കൃത്യമായി ഈ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താനും പറയാനും സാധിക്കുന്നത്. സഞ്ജു ഒന്നും ചെയ്യുന്നില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ICC T20 ലോകകപ്പിൽ ഫൈനലിലടക്കം മാച്ച് വിന്നിംഗ് പ്രകടനം നടത്തി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയതിനു ശേഷം സഞ്ജു സാംസൺ കാര്യമായൊന്നും ചെയ്തിട്ടില്ലെന്ന് ബദ്രിനാഥ് തുറന്നടിക്കുന്നുണ്ട്. മികച്ച ഫോമിലുള്ള കളിക്കാരനെ സംബന്ധിച്ച് ടൈമിംഗ് എന്നത് വളരെ പ്രധാനമാണ്. ജീവിതത്തിലെ ഏറ്റവും മികച്ച ഫോമിലൂടെ കടന്നുപോകവേ വൈഭവ് സൂര്യവംശിക്ക് അവസരം നൽകിയേ മതിയാകും. ഫോമിലല്ലാത്തപ്പോൾ അവനെ കളിപ്പിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. ആത്മവിശ്വാസം എന്നത് സ്പോർട്സിലെല്ലാമാണ്. വൈഭവ് ആകട്ടെ ആത്മവിശ്വാസത്തിന്റെ നെറുകയിലുമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ഉറപ്പായും കളിച്ചേ തീരുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞേ മതിയാകൂ. പ്രേക്ഷകരും അത് നിർബന്ധിക്കുന്നുണ്ട്.